കരുണാന്ത്യം. കോഴിക്കോട് കൈക്കൂലി വാങ്ങുന്നതിനിടെ ഹെഡ് സർവേയർ വിജിലൻസിന്റെ പിടിയിലായി. 10,000 രൂപ വാങ്ങുന്നതിനിടെ ഉള്ളിയേരിയിൽ വെച്ച് വിജിലൻസ് സംഘം പിടികൂടുകയായിരുന്നു. അഭിന പി ചേരുന്നു വിവരങ്ങളുമായിട്ട്. എങ്ങനെയാണ് ഈ സംഭവം പുറത്തു വന്നത്? എന്താണ് ഈ സർവേയർ പിടിയിലാകാനിടയായ കാരണങ്ങൾ? MS വളരെ തന്ത്രപൂർവമായിട്ടാണ് ഈ ഒരു പരാതിക്കാരൻ ഈ ഒരു മുഹമ്മദ് NK പിടികൂടുന്നതിനായി സഹായിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ പരാതിക്കാരൻ ഈ മുഹമ്മദ് NK യെ സമീപിക്കുന്നത് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് അനുകൂലമായ രീതിയിൽ മറുപടി ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ അനുകൂലമായ രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ 10,000 രൂപ തനിക്ക് നൽകണമെന്നാണ് ഹെഡ് സർവേയർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തുടർന്ന് അന്നേ ദിവസം തന്നെ അദ്ദേഹത്തിന് മറുപടി ഒന്നും നൽകാൻ സാധിച്ചില്ലെങ്കിലും പിന്നീട് ഇന്നാണ് അദ്ദേഹം 10,000 രൂപ നൽകാം എന്നുള്ള ആ ഒരു നിലയിലേക്ക് എത്തുന്നത്. തുടർന്ന് ഈ ഒരു വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇന്ന് തന്നെ പരാതിക്കാരൻ വിജിലൻസിനെ വിളിക്കുകയും വിജിലൻസിനെ വിളിച്ച് അറിയിച്ചതിനെ തുടർന്ന് വിജിലൻസ് ആണ് ഇക്കാര്യം ഈ പരാതിക്കാരനോട് പറയുന്നത്. താങ്കൾ അടുത്തുള്ള ഒരു ഹോട്ടലിൽ ഉള്ളിയേരിയിലെ അടുത്തുള്ള ഒരു ഫേമസ് ബേക്കറിക്ക് അടുത്ത് വെച്ചിട്ട് ഈ ഒരു പണം കൈമാറൂ, ഞങ്ങൾ അവിടേക്ക് എത്തിക്കോളാം എന്നുള്ള രീതിയിൽ വിജിലൻസ് തന്നെയാണ് പരാതിക്കാരനോട് ഈ ഒരു കാര്യം പറയുന്നത്. തുടർന്ന് പരാതിക്കാരൻ മുഹമ്മദ് NK യെ അറിയിക്കുകയും മുഹമ്മദ് NK ഈ ഫേമസ് ബേക്കറിക്ക് സമീപം എത്തിച്ചേരാം എന്ന് അറിയിക്കുകയുമാണ് ചെയ്തത്. തുടർന്ന് ഇന്ന് വൈകിട്ട് 5 മണിയോട് കൂടിയാണ് മുഹമ്മദ് NK യും അതുപോലെ തന്നെ പരാതിക്കാരനും ഉള്ളിയേരിയിലെ ഫേമസ് ബേക്കറിക്ക് സമീപം എത്തി ഈ പണം എത്തുകയും വിജിലൻസ് മുഹമ്മദ് NK പിടികൂടുകയും ചെയ്തത്. MS, പരാതിക്കാരന്റെ പേര് വിവരങ്ങൾ അറിവായിട്ടുണ്ടോ? നിലവിൽ പരാതിക്കാരൻ ഇത് സംബന്ധിച്ച മറ്റു കാര്യങ്ങളൊന്നും തന്നെ വെളിവാക്കിയിട്ടില്ല. അദ്ദേഹത്തിന്റെ പേരോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് ഏതൊക്കെ തരത്തിലാണ് എന്ത് കാര്യത്തിനാണ് മുഹമ്മദ് NK യെ സമീപിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇതുവരെയായിട്ടും അതിനെക്കുറിച്ച് യാതൊരു വിശദീകരണവും ഈ പരാതിക്കാരൻ നൽകിയിട്ടില്ല. ഈ ഒരു കാര്യം മാത്രമേ, അതായത് ഈ മുഹമ്മദ് NK തന്റെ കയ്യിൽ നിന്നും 10,000 രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിരവധി തവണ ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്ക് അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. തുടർന്ന് തന്നോട് ഈ ഒരു പണം ആവശ്യപ്പെടുകയാണ് ചെയ്തത് എന്നുള്ള കാര്യം മാത്രമാണ് പരാതിക്കാരൻ നിലവിൽ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇദ്ദേഹത്തിന്റെ തന്ത്രപരമായ ഒരു നീക്കത്തിലൂടെ തന്നെയാണ് ഈ ഒരു ഹെഡ് സർവേയറെ പിടികൂടിയത് എന്ന് തന്നെ മനസ്സിലാക്കാം. MS, ഈ ഹെഡ് സർവേയറുടെ പേരെന്താണ്? മുഹമ്മദ് NK എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇപ്പോൾ ഡിജിറ്റൽ സർവേ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ ഒരു ഡിജിറ്റൽ സർവേ നടക്കുന്ന സമയത്താണ് ഇദ്ദേഹം കൂടുതലായും ഇത്തരത്തിൽ നിരവധി ആളുകൾ ഭൂമി സംബന്ധമായ കാര്യങ്ങളുമായി സംബന്ധിച്ച് ഇദ്ദേഹത്തെ സമീപിക്കാറുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരാളാണ് ഈ പരാതിക്കാരനും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട് തന്റെ ഭൂമിയുടെ ഇടപാടുമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് മുഹമ്മദ് NK യെ സമീപിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. MS, കോഴിക്കോട് കൈക്കൂലി വാങ്ങുന്നതിനിടെയാണല്ലോ ഈ ഹെഡ് സർവേയർ വിജിലൻസിന്റെ പിടിയിലായത്. ഈ ഹെഡ് സർവേയറുടെ ഓഫീസ് എന്ന് പറയുന്നത് കോഴിക്കോട് നഗരത്തിൽ തന്നെയാണോ? തീർച്ചയായും കോഴിക്കോട് ഉള്ളിയേരിയിലാണ്. കോഴിക്കോട് നഗരത്തിൽ നിന്നും അല്പം മാറിയിട്ടാണ് ഈ ഉള്ളിയേരി സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഉള്ളിയേരിക്ക് അടുത്താണ് ഈ ഒരു ഓഫീസ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ഉള്ളിയേരിക്ക് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ഫേമസ് ബേക്കറി ഉള്ളത്. ഈ ഓഫീസിൽ വെച്ചല്ല ഇവർ ഈ ഒരു കൈക്കൂലി വാങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ പരാതിക്കാരനും അതുപോലെ തന്നെ ഈ ഹെഡ് സർവേയറും ഈ ഒരു ബേക്കറിയിൽ വെച്ചിട്ട് ഈ പണം കൈമാറാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ തന്നെ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരാതിക്കാരനാണ് വിജിലൻസിനെ വിളിച്ച് അറിയിക്കുന്നത് ഇങ്ങനെ ഒരു കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ വിജിലൻസ് ആണ് ഈ ഒരു വഴി പറഞ്ഞു നൽകിയത് എന്നുള്ളതാണ്. ഇതേ തുടർന്നാണ് ഈ പരാതിക്കാരൻ മുഹമ്മദ് NKയുടെ അടുത്ത് ഇത്തരത്തിൽ ഫേമസ് ബേക്കറിക്ക് സമീപത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ 10,000 രൂപ താങ്കൾ ആവശ്യപ്പെട്ട പണം നൽകാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതും ഈ പണം കൈമാറുന്ന സമയത്ത് കൃത്യം ആ ഒരു സമയത്ത് തന്നെയാണ് വിജിലൻസ് ഒരു ഹീറോ പരിവേഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെയാണ് വിജിലൻസ് അവിടേക്ക് എത്തിച്ചേർന്നതും അദ്ദേഹത്തെ കൈയോടുകൂടി പിടികൂടുന്നതും പിന്നീട് ഈ ഒരു കേസിൽ
ഇപ്പോൾ കൂടുതൽ ആളുകളുടെ മൊഴിയെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഈ ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ഇദ്ദേഹത്തെ സമീപിക്കാറുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ പരാതിക്കാരനും ഇതിനു മുൻപും സമാനമായ രീതിയിൽ അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അന്നും ഇത്തരത്തിൽ കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പരാതിക്കാരൻ പ്രധാനമായും പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളുടെ മൊഴി എടുത്തേക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്ന്. ഇതിൽ കോഴിക്കോട് ഈ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഹെഡ് സർവേയർ വിജിലൻസിന്റെ പിടിയിലായത് ഉള്ളിയേരിയിൽ വെച്ച് ഓഫീസിലല്ലാതെ ഈ പറയുന്ന അഭിന സൂചിപ്പിച്ചതുപോലെ ഒരു ബേക്കറി കടയുടെ അകത്തേക്ക് വരുന്നു. അവിടെ വന്ന് നമുക്ക് ചായ കുടിച്ചിരുന്ന് പണം കൈമാറാം എന്നുള്ള രീതിയിൽ ആയിരിക്കും പരാതിക്കാരൻ തന്ത്രപൂർവ്വം അവിടേക്ക് കൊണ്ടുവന്നത്. അതിൻ്റെ പരിസര പ്രദേശങ്ങളിലായിട്ട് വിജിലൻസിലെ ഉദ്യോഗസ്ഥർ മാറി മാറി നിന്നിട്ടുണ്ടാവണം. അവർ ഈ സമയത്ത് പൈസ വാങ്ങുന്ന സമയത്ത് നേരിട്ട് വന്ന് പിന്നീട് ആ പണം കൈക്കൂലി പണമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പരീക്ഷണം നടത്തിയിരുന്നോ? വെള്ളത്തിൽ കൈമുക്കിച്ചുകൊണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ? എന്നാൽ നിലവിൽ വിജിലൻസിന് കിട്ടിയ ഈ ഒരു വിവരം അനുസരിച്ച് വിജിലൻസ് നേരത്തെ തന്നെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട്, അതായത് ഈ പരാതിക്കാരൻ വിജിലൻസിനെ അറിയിച്ചത് മുതൽ വിജിലൻസ് ഇയാളെ പിടികൂടുന്നതിനായി ഓഫീസിലേക്ക് എത്തണമെന്നായിരുന്നു ആദ്യം തീരുമാനിച്ചതെങ്കിലും പിന്നീടാണ് ഈ ഒരു ഹോട്ടലിൽ വെച്ച് പിടികൂടാം അല്ലെങ്കിൽ ബേക്കറിക്ക് സമീപത്ത് വെച്ച് പിടികൂടാം എന്നുള്ള ഒരു രീതിയിലേക്ക് വിജിലൻസും അതുപോലെ തന്നെ പരാതിക്കാരനും തീരുമാനിച്ച് പിന്നീട് ഈ ഒരു ഹോട്ടലിലേക്ക് മാറ്റുന്നത്, ബേക്കറിയുടെ സമീപത്തേക്ക് മാറ്റുന്നത്. അപ്പോഴേക്കും വിജിലൻസ് എത്തി. തുടർന്ന് ഈ ഒരു പണം കൈമാറിയതിനു ശേഷം അല്ലെങ്കിൽ പണം കൈമാറുന്നതിനോടൊപ്പം തന്നെ വിജിലൻസ് എത്തുകയും ഇയാളെ പിടികൂടുകയും പണം പിടിച്ചെടുക്കുകയും പിന്നീടാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുമായുള്ള മൊഴികൾ എടുക്കാം എന്നുള്ള രീതിയിലേക്കൊക്കെ എത്തുന്നത്. വിജിലൻസ് സംഘം പിടികൂടിയ ആ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുപ്പായം ഒരാൾ, അത് വിജിലൻസ് സംഘത്തിലെ ആളാണെന്ന് കരുതാം, ആ ഒരു കുപ്പായം എടുത്ത് കാണിക്കുകയും അതിലെ എന്തോ ചില സൂചനകളൊക്കെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങളുടെ വിശദാംശങ്ങൾ നമ്മൾക്ക് ഇനി അടുത്ത വാർത്താ ബുള്ളറ്റിനുകൾ നൽകാൻ കഴിയുമല്ലേ അഭിന? തീർച്ചയായും ഇതുമായി സംബന്ധിച്ചുള്ള വിവരങ്ങൾ എടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെയും നമ്മൾ പരാതിക്കാരനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അപ്പോഴും അദ്ദേഹം പറയുന്നത് ഇതുമായി സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാം, ഇപ്പോൾ തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല എന്ന് തന്നെയായിരുന്നു പരാതിക്കാരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നത്. എന്നാൽ നമ്മൾ വിജിലൻസിനോടും ഈ ഒരു കേസുമായി വിശദീകരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ഈ മുഹമ്മദ് എൻകെക്ക് എന്താണ് പറയാനുള്ളതെന്നും അതുപോലെ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ മുൻപും ഇത്തരത്തിലൊരു പരാതി ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡിജിറ്റൽ സർവേ നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ എത്തിച്ചേരാറുണ്ട്. അത്തരത്തിൽ മറ്റാർക്കെങ്കിലും ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അനിഷ്ടമായ ഒരു കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രമായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശരി, അഭിന പി ചെറുക്കിലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോഴിക്കോട് കൈക്കൂലി വാങ്ങുന്നതിനിടെ ഉള്ളിയേരിയിലെ ഹെഡ് സർവേയർ വിജിലൻസിന്റെ പിടിയിലായിരിക്കുന്നു. 10,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഉള്ളിയേരിയിലെ ഒരു ബേക്കറി കടയിൽ വെച്ച് വിജിലൻസ് സംഘം പിടികൂടുകയായിരുന്നു. ഓഫീസിൽ വന്ന് പൈസ തരേണ്ടതില്ല, ബേക്കറി കടയിലേക്ക് വന്നാൽ മതി, അവിടെ ഇരുന്ന് പൈസ ഞാൻ വാങ്ങിച്ചുകൊള്ളാം എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. അതുപ്രകാരം പരാതിക്കാരൻ്റെ പരാതി കേട്ട് വിജിലൻസ് സംഘം അവിടെ തമ്പടിക്കുകയായിരുന്നു. അതിനുശേഷം ബേക്കറി കടയിൽ വെച്ച് ഈ 10,000 രൂപ ഈ പറയുന്ന രീതിയിൽ കൈമാറുന്ന സമയത്ത് വിജിലൻസ് സംഘം അത് കൈയോടെ പിടികൂടുകയായിരുന്നു എന്നാണ് അഭിന റിപ്പോർട്ട് ചെയ്യുന്നത്. നിലമ്പൂർ MLA സ്ഥാനം രാജിവെച്ച PV അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ